ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. സോളിഡിന്റെ പ്രോപ്പർട്ടീസ്. സോളിഡിന്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തൊക്കെയാന്ന് നോക്കാം. ശ്രദ്ധിക്കൂ. സോളിഡിന്റെ പ്രോപ്പർട്ടീസ് മനസ്സിലാക്കാൻ നമുക്കൊരു സ്റ്റോൺ എടുക്കാം, റോക്ക്. ആ റോക്കിനെ ഞാൻ ഇങ്ങനെ സങ്കല്പിക്കുന്നു. അതിനുള്ളിലെ കോൺസ്റ്റിറ്റ്യൂന്റുകൾ ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. കോൺസ്റ്റിറ്റ്യൂന്റുകൾ എങ്ങനെയെന്നു ചേർന്ന് സ്ഥിതി ചെയ്യുന്നു. അപ്പോൾ അവയ്ക്കിടയിൽ ദൂരം വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് സംശയം വരും, സാറെ ചേർന്ന് സ്ഥിതി ചെയ്യുമ്പോൾ പിന്നെ എന്തോ ദൂരം കുറവ്? നമുക്ക് ഈ രണ്ട് വിരലുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പറയും ഇന്റർ ഫിംഗർ ഡിസ്റ്റൻസസ് ഇല്ലേ? ഇല്ല. പക്ഷേ ഇതിൽ കൂടി നമുക്ക് റേസുകളെ കടത്തി വിടുകയാണെങ്കിൽ ഇവയ്ക്കിടയിലുള്ള ഗ്യാപ്പ് നമുക്ക് മെഷർ ചെയ്യാം. അപ്പൊ ഇവയ്ക്കിടയിൽ ഗ്യാപ്പ് ഉണ്ട്, പക്ഷെ നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുവാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഇന്റർ അറ്റോമിക് ഓർ ഇന്റർ മോളിക്കുലർ ഡിസ്റ്റൻസസ് ആർ ഷോർട്ട് എന്നേ നമുക്ക് പറയാൻ പറ്റുകയുള്ളൂ. ജനറലായിട്ട് പറയുമ്പോൾ ക്ലോസ്ലി പാക്ഡ് എന്ന് പറയാമെങ്കിലും ഇന്റർ അറ്റോമിക് ഡിസ്റ്റൻസസ് ആർ ഷോർട്ട്. അങ്ങനെ വരുമ്പോൾ അവ തമ്മിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും സ്ട്രോങ് ആയിരിക്കും. ഈ രണ്ട് കാരണങ്ങൾ മതിയല്ലോ സോളിഡുകൾ റിജിഡിറ്റി കാണിക്കാൻ. അപ്പോൾ ഒന്നാമത്തെ സ്വഭാവം നമ്മൾ പഠിച്ചതിൽ നിന്നും എഴുതാവുന്നത് റിജിഡിറ്റി. Solid possess rigidity. Why do solids have rigidity? Because in them constituents are closely packed with strong binding forces. രണ്ടാമത്തെ അതിന്റെ സ്വഭാവം കുറച്ചു മുമ്പേ നമ്മൾ പറഞ്ഞു. ഡെഫിനിറ്റ് മാസ്, ഷേപ്പ്, വോളിയം എന്നിവ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ they have definite mass, shape, volume എന്നിവയുണ്ട്. മൂന്നാമത്തെ പ്രത്യേകത, കോൺസ്റ്റിറ്റ്യൂവൻസ് ക്ലോസ്ലി പാക്ഡ് ആണെങ്കിൽ പിന്നെ അതിനെ ഞെക്കി ഒതുക്കാൻ പറ്റില്ല. എന്ന് പറഞ്ഞാൽ ഞെക്കി അമർത്തപ്പെട്ട ഏറ്റവും അമർത്തപ്പെട്ട അവസ്ഥ, അതാണ് സോളിഡിന്റെ. അങ്ങനെയുള്ളതിന് നമുക്കൊരു സിംഗിൾ വേർഡ് ഉപയോഗിക്കാം, ഇൻകംപ്രസിബിൾ. Solids are incompressible. എന്തുകൊണ്ട് സോളിഡുകൾ ഇൻകംപ്രസിബിൾ ആകുന്നു എന്ന് ചോദിച്ചാൽ, because in them constituents are closely packed and the forces existing between them are strong. So what are the important properties of solids? Rigidity, definite mass, shape, volume and incompressible. ഈ മൂന്ന് ജനറൽ സ്വഭാവങ്ങൾക്കും നമുക്ക് കാരണം പറയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ മതി. Because in them constituents are closely packed with strong binding forces, they cannot move from one place to another, but they can oscillate from their mean position. സോളിഡിനുള്ളിലെ കോൺസ്റ്റന്റുകൾക്ക് മൂവ് ചെയ്യാൻ ഒക്കില്ല. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് മൂവ് ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം എല്ലാം കൂടി വന്ന് ചേർന്ന് സ്ഥിതി ചെയ്യുന്നതിനാൽ they cannot move from one place to another. പക്ഷെ അവയ്ക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? From their mean position, they can do? They can oscillate. അപ്പോൾ ഇതിനെല്ലാം, ഈ സ്വഭാവങ്ങൾക്കെല്ലാം ബേസിക് ആയിട്ടുള്ള റീസൺ എന്താകുന്നു? ക്ലോസ്ലി പാക്ഡ് പാറ്റേൺ ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ്. ഇതാണ് സോളിഡിന്റെ ജനറൽ പ്രോപ്പർട്ടീസ്. അടുത്ത ഭാഗം, സോളിഡുകൾ അതിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂന്റുകൾ എങ്ങനെ ക്രമീകരിച്ചിരിക്കുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയെ രണ്ടായി തിരിക്കാം. ചില സോളിഡുകൾ പരിശോധിക്കുകയാണെങ്കിൽ അതിൽ കോൺസ്റ്റന്റുകൾ നല്ല പാറ്റേൺ ആയിരിക്കും ത്രൂ ഔട്ട്. സോളിഡിന്റെ മുഴുവൻ ഭാഗത്തും ചെറുതരികൾ ക്രമീകരിച്ചിരിക്കുന്ന ക്രമീകരണം പീരിയോഡിസിറ്റി. കാരണം ഞാനിപ്പോൾ ഒരു സോളിഡിനുള്ളിൽ നോക്കുമ്പോൾ ഒരുപാട് കൊച്ചു കൊച്ചു ക്യൂബുകൾ ഇരിക്കുന്നു, ക്യൂബിക് ബോക്സുകൾ. അങ്ങനെ വരുമ്പോൾ ചെറിയ ക്യൂബിക് ബോക്സുകൾ തന്നെയല്ലേ അത് ആവർത്തിച്ച് വരുന്നത്. അപ്പൊ റെഗുലർ റിപ്പീറ്റിംഗ് യൂണിറ്റ് ഉണ്ടതിന്. എൻ്റെ പാറ്റേണിൽ അത് എല്ലായിടത്തും ഇത് റിപ്പീറ്റ് ചെയ്ത് വരുന്നു.
അങ്ങനെ വരുമ്പോൾ നാം അതിന് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയും. മറിച്ചൊരു ക്രിസ്റ്റൽ പരിശോധിച്ചപ്പോൾ അതിനുള്ളിൽ ആദ്യം ക്യൂബ്, പിന്നെ ക്യൂബ് എന്നൊരു ഷേപ്പ് ഒന്നുമില്ല, പിന്നെ കുറച്ച് ക്യൂബ്, പിന്നെ ക്യൂബിന്റെ ഷേപ്പ് ഇല്ല, ഇങ്ങനെ ഒരു ഇറഗുലർ പാറ്റേൺ ആണെങ്കിൽ നമുക്ക് ലോങ് റേഞ്ച് ഓർഡർ എന്ന് പറയാൻ സാധിക്കുമോ? ഇറ്റ് ഈസ് ഓഫ് ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പോൾ ഈ ക്രമീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഇവയെ രണ്ടായി തിരിക്കാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്നും അമോർഫസ് സോളിഡ്സ് എന്നും. അപ്പോൾ നമ്മൾ രണ്ടാമത്തെ ചോദ്യത്തിൽ തന്നെ, രണ്ടാമത്തെ വിഭാഗത്തിൽ നമ്മൾ കുറെ ചോദ്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു പോയി. അത് ഏതൊക്കെയെന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഇൻ ടെക്സ്റ്റിൽ തന്നെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ ഇന്ന് തന്നെ നിങ്ങൾ NCERT ടെക്സ്റ്റ് വായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അത് വായിക്കണം. അപ്പോൾ നിങ്ങൾ തന്നെ ഉത്തരം നിങ്ങളുടെ മനസ്സിൽ വരും. അതെ, ക്ലാസ്സിൽ കേട്ടു. Why do solids have rigidity? Constituents are closely packed with strong binding forces. Why do they possess definite mass, size, shape and volume? എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയും ഇതേ റീസൺ തന്നെയല്ലേ. എന്തുകൊണ്ടാണ് ഇൻകംപ്രസിബിൾ? Constituents are closely packed, so we cannot compress them. So these questions you can read from your textbook. You can read the questions from the text and try to write by yourself. നിങ്ങൾ തന്നെ ഉത്തരം എഴുതുന്നതാണ്. അവനവന്റെ കുഞ്ഞിനോടാണ് ഏറ്റവും വലിയ താല്പര്യം എന്ന് പറയുന്നത് പോലെ നാം വായിച്ചു നമ്മൾ തന്നെ അതിന്റെ ഉത്തരം എഴുതിയാൽ അത് ദീർഘനാൾ നമ്മുടെ മനസ്സിൽ നിൽക്കും. ഞാൻ തരുന്ന സെന്റൻസ് നിങ്ങളിൽ അടിച്ചേൽപ്പിക്കുന്നത് ഒരു ബുദ്ധിമുട്ടാണ്. അത് ക്രമാനുഗതമായി ഓർക്കുവാൻ നമ്മൾ നിർബന്ധിതരാകുന്നു. അതിനേക്കാൾ നിങ്ങൾ സ്വയം മനസ്സിലാക്കി നിങ്ങളുടേതായിട്ടുള്ള ആ ഒരു ആൻസർ എഴുതിയാൽ വസ്തുതയാണ് സയൻസിന് ആവശ്യം, കോൺസെപ്റ്റാണ് നമുക്ക് ആവശ്യം, ഫാക്റ്റാണ് നമുക്ക് ആവശ്യം. ഇനി നമുക്ക് അടുത്ത വിഭാഗത്തേക്ക് വരാം. ക്രിസ്റ്റലൈൻ സോളിഡ്സ് ആൻഡ് അമോർഫസ്. ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ്. ക്രിസ്റ്റലൈനിലാണ് കോൺസ്റ്റിറ്റ്യൂന്റുകൾ ക്രമമായി അടുക്കിയിരിക്കുന്നത്. ആ അടുക്കിന് നിശ്ചിതമായ ക്രമമുണ്ട്. പീരിയോഡിക്കലി അതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ഒരു ചെറിയ ജോമെട്രിക്കൽ ഷേപ്പ് ആണെങ്കിൽ അത് തന്നെ ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. സോ വി ക്യാൻ സേ ഇറ്റ് ഈസ് ഓഫ് ലോങ് റേഞ്ച് ഓർഡർ. അപ്പൊ നമ്മൾ ഒന്നാമത്തെ പോയിന്റ് എഴുതി ലോങ് റേഞ്ച് ഓർഡർ. പരീക്ഷയിൽ ചോദിക്കുന്നു, വാട്ട് ഡു യു മീൻ ബൈ ദി ടേം ലോങ് റേഞ്ച് ഓർഡർ? Order in which constituents are arranged in definite manner in entire whole crystal. ആ ക്രിസ്റ്റൽ മുഴുക്കയും അതിൻ്റെ ക്രമീകരണം ഡെഫിനിറ്റ് മാനറിലായിരിക്കും. അതില്ലാത്തതാണ് നമ്മൾ എന്ത് ടൈം കൊടുക്കേണ്ടത്? ലോങ്ങിന് പകരമായിട്ട് ഷോർട്ട് റേഞ്ച് ഓർഡർ കൊടുക്കണം. So we can say it is of long range order and short range order. രണ്ടാമത്തെ പ്രത്യേകത ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി, ഒപ്റ്റിക്കൽ കണ്ടക്ടിവിറ്റി. ഇലക്ട്രിസിറ്റിയെ കടത്തിവിടാനുള്ള ശേഷി, അതുപോലെ താപം തെർമൽ എനർജിയെ കടത്തിവിടാനുള്ള കഴിവ്, ഒപ്റ്റിക്കൽ കണ്ടക്ടിവിറ്റി പ്രകാശത്തെ കടത്തിവിടാനുള്ള കഴിവ്. സോളിഡിന്റെ പല ഭാഗങ്ങളിൽ ഇതിന്റെ തോത് പലതായിരിക്കും. ക്രിസ്റ്റൽ ആണെങ്കിൽ സോ പ്രോപ്പർട്ടീസ് ലൈക്ക് ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി, തെർമൽ കണ്ടക്ടിവിറ്റി ആൻഡ് ഒപ്റ്റിക്കൽ കണ്ടക്ടിവിറ്റി ആർ ഡിഫറെന്റ് റീജിയൻസ് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിൽ കൂടി നമ്മൾ ഇതെല്ലാം കടത്തിവിടുമ്പോൾ അതിന്റെ വില, കാരണം അവയ്ക്ക് അതിനുള്ളിൽ ഫേസ് ചെയ്യേണ്ടി വരുന്ന പ്രതിബന്ധത്തിന്റെ അളവിനെ ആശ്രയിച്ചിരിക്കും. ചില സ്ഥലത്ത് പ്രതിബന്ധം കുറവാണെങ്കിൽ ആ വാല്യൂ, അതുപോലെ കൂടിയും കുറഞ്ഞും പ്രതിരോധം അല്ലെങ്കിൽ പ്രതിബന്ധം അതിന്റെ അളവിന്റെ വ്യത്യാസം അനുസരിച്ച് കണ്ടക്ടിവിറ്റി വാല്യൂവിൽ വ്യത്യാസം വരും. അപ്പൊ പല സ്ഥലത്തും പലതായിരിക്കും. പല സ്ഥലത്തും പലതായിരിക്കും എന്ന് പറയുമ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഒരു ചോദ്യം ഉയരുന്നു, സർ
ഡെഫിനിറ്റ് മാനർ അല്ലെങ്കിൽ റെഗുലർ മാനർ അല്ലെങ്കിൽ ഒരു റിപ്പീറ്റിംഗ് യൂണിറ്റ് ഒക്കെ ഉണ്ട്. അറേഞ്ച്മെന്റ് എല്ലാം അതിന്റെ ഫിക്സഡ് രീതിയിലാണെന്ന് സാർ കുറച്ചു മുമ്പേ പറഞ്ഞു. ഞങ്ങളെ ലോങ് റേഞ്ച് ഓർഡർ പഠിപ്പിച്ചു. യെസ് സാർ, അങ്ങനെ വരുമ്പോൾ ഈ പല സ്ഥലത്തും പലതാകുന്നു. ഒരു വിലയല്ലേ വരണ്ടേ? ന്യായമായ സംശയം. പക്ഷേ കോൺസ്റ്റിറ്റ്യൂന്റുകളുടെ ക്രമം ഞാൻ പറഞ്ഞുള്ളൂ, കോൺസ്റ്റിറ്റ്യൂന്റിനെ പറ്റി ഞാൻ പറഞ്ഞിട്ടില്ല. അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ഇൻ റെഗുലർ മാനർ എന്നാണ് പറഞ്ഞത്. അപ്പൊ നമുക്കിനി കോൺസ്റ്റിറ്റ്യൂവന്റിൽ എന്തോ ചില പ്രത്യേകത ഉണ്ടെന്ന് എൻ്റെ ഈ എക്സ്പ്ലനേഷൻ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഐഡിയ കിട്ടി കാണും. നമുക്ക് നോക്കാം എന്താണ്. ഒരു ക്രിസ്റ്റലിലെ കോൺസ്റ്റിറ്റ്യൂവന്റിനെ നമുക്ക് ഈ രീതിയിൽ വിഭാവനം ചെയ്യാം. രണ്ട് ടൈപ്പിലുണ്ട് കോൺസ്റ്റിറ്റ്യൂവന്റ്. അത് ആ വലിപ്പത്തിൽ നിന്ന് മനസ്സിലാകാം അല്ലേ? ആദ്യത്തെ ആളിനെ, ആ വലിയ സ്ഫിയറിനെ എ എന്നും രണ്ടാം വിഭാഗത്തെ ബി എന്നും കൊടുക്കും. ഇങ്ങനെ രണ്ട് ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂന്റുകൾ ഒരു ക്രിസ്റ്റലിൽ വരുമ്പോൾ ഡിഫറെന്റ് ഡയറക്ഷനിൽ ഡിഫറെന്റ് വാല്യൂസ് ആകാൻ കാരണം ഈ ഒരു ദിശയിൽ കൂടിയാണ് നമ്മൾ ഈ പറഞ്ഞ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ തെർമൽ ഒപ്റ്റിക്കൽ എനർജി കടത്തിവിടുന്നതെങ്കിൽ അവിടുത്തെ പ്രത്യേകം നോക്കി, എയും ബിയും എയുടെ സ്വഭാവമല്ല ബിക്ക്. അപ്പോൾ വാല്യൂസ് ഡിഫറെന്റ് ആകില്ലേ? മറിച്ച് എന്താണ്ട് ഈ ഒരു മേഖലയിൽ കൂടിയാണ് ഇത്തരം എനർജി ഫോമിനെ കടത്തിവിടുന്നതെങ്കിൽ അവിടെ ബി 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 all are identical and possess same property. അങ്ങനെ വരുമ്പോൾ അതിന്റെ വാല്യൂസ് അവിടെ കാണിക്കുന്നതും ഇവിടെ കാണിക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഇപ്പോൾ മനസ്സിലായി കഴിഞ്ഞു. ഇത്തരം സ്വഭാവത്തിന് നാം പറയുന്ന പേരാണ് അനൈസോട്രോപ്പി അല്ലെങ്കിൽ അനിസോട്രോപ്പി എന്ന് പറയുന്നു. അപ്പോൾ നമുക്കിത് വായിക്കാം. വായിച്ചിട്ട് അതിന്റെ പോയിന്റ് എഴുതാമല്ലോ. അപ്പോൾ എന്ത് മനസ്സിലാക്കി കഴിഞ്ഞു? അനിസോട്രോപിക് നേച്ചർ, അതിന്റെ കാരണവും പിടികിട്ടി. വാട്ട് ഈസ് അനിസോട്രോപ്പി അല്ലെങ്കിൽ അനൈസോട്രോപ്പി എന്ന് ചോദിച്ചാൽ ഉത്തരം കൊടുക്കേണ്ടത് properties like electrical conductivity, thermal conductivity and optical conductivities are different at different regions in the crystal, that is crystalline solids. അപ്പോൾ അമോർഫസിന്റെ ഭാഗത്ത് നമുക്ക് എഴുതാം, ഇത് അനൈസോട്രോപ്പി ആണെങ്കിൽ അതിന് ഞാനൊരു പേര് കൊടുക്കുന്നു, ഐസോട്രോപ്പി. ആ പേര് കേൾക്കുമ്പോൾ ഇവിടെയാണ് നമ്മുടെ കോമൺ സെൻസ്, ഹ്യൂമൻ ബീങ്സ് ഉള്ള ഒരു പ്രത്യേകതയാണ്. ഒരു കാര്യം കിട്ടിയാൽ ആ കാര്യത്തിൽ നിന്നും അടുത്തത് വായിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, കണ്ടിട്ടില്ല എങ്കിൽ പോലും അതിന്റെ ഉത്തരം നൽകുവാൻ കഴിയും. We say it is due to common sense. What is isotropy? ഇവിടെ ഡിഫറെന്റ് ആണെങ്കിൽ അവിടെ സെയിം ആയിരിക്കും. അപ്പൊ എങ്ങനെ പറയാം നമുക്ക്? Properties like electrical conductivity, thermal conductivity and optical conductivity are same at different regions in amorphous solids. Amorphous solidsകളിൽ പല റീജിയനിൽ സെയിം ആയിരിക്കും. ഉടനെ കുട്ടിയിൽ നിന്നൊരു സംശയം വരുന്നു. എന്താണ് ആ സംശയം? സാർ, അമോർഫസ് എന്ന് പറഞ്ഞാൽ ഇറഗുലർ. Okay, arrangement of constituents are irregular. That is why they possess short range order. So even though, why do they have same values at different places? ന്യായമായ സംശയമല്ലേ അത്? സാറേ, അവയ്ക്ക് പ്രോപ്പർട്ടീസ് എല്ലാം സെയിം ആകാൻ കാരണം എന്താ? അറേഞ്ച്മെന്റ് ഇറഗുലർ അല്ലേ? അതിന് കാരണം ഷോർട്ട് റേഞ്ച് ഓർഡർ അല്ലേ? കാരണം എന്താണ്? അറേഞ്ച്മെന്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂവൻസ് ആർ ഇറഗുലർ ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആകുമ്പോൾ അവിടെ പ്രോപ്പർട്ടീസ് വാല്യൂ ക്യാൻ ബി സെയിം. കാരണം കഴിഞ്ഞതിൽ എ ടൈപ്പ് ബി ടൈപ്പ് കോൺസ്റ്റിറ്റ്യൂവന്റുകളുടെ ക്രമീകരണം നിങ്ങൾ കണ്ട്, ഒരു ദിശയിൽ എ ബി എന്ന് വരുന്നു, മറ്റൊരു ദിശയിൽ എ വരാം, അല്ലെങ്കിൽ ബി ബി വരാം. ഇത്തരത്തിലൊരു ക്രമീകരണം എന്തിലില്ല? അമോർഫസിലില്ല. കാരണം അതിന്റെ ഷോർട്ട് റേഞ്ച് ഓർഡർ ക്യാരക്ടർ. ദാറ്റ്സ് വൈ ദേ ഹാവ് ഐസോട്രോപ്പി. സോ ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ, താരതമ്യം ചെയ്യുക, ക്രിസ്റ്റലൈൻ സോളിഡ്സ് എന്ത്, അമോർഫസ് സോളിഡ്സ് എന്താണ് ചോദ്യം വരുന്നതെങ്കിൽ, ഫസ്റ്റ് പോയിന്റ് ലോങ് റേഞ്ച് ഓർഡർ. ജസ്റ്റ് അതിന് നേർക്ക് നമുക്ക് പറയാം,
short range order, and the second one anisotropy. അതിന് നേർക്ക് തന്നെ കൊടുക്കാം, ഐസോട്രോപ്പി എന്ന് കൊടുക്കാം. ഇനി മൂന്നാമത്തെ പോയിന്റ് ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ് ആണ്. എന്താ കുട്ടികളെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ? സോളിഡിനെ ചൂടാക്കുമ്പോൾ ലിക്വിഡായി മാറുന്ന അവസ്ഥ, ആ അവസ്ഥയുടെ ടെമ്പറേച്ചർ. സോളിഡ് ഉരുകി ലിക്വിഡ് ആകും, ആ ടെമ്പറേച്ചർ. ദ ടെമ്പറേച്ചർ അറ്റ് വിച്ച് ദ സോളിഡ് മെൽസ്, അത്രയും ഉള്ളൂ മെൽറ്റിംഗ് പോയിന്റ്. അതെന്താ ഷാർപ്പ്? സാധാരണ നൈഫൊക്കെ ഷാർപ്പ് എന്ന് കേട്ടിട്ടുണ്ട്, എക്സാക്ട് വാല്യൂ ആയിരിക്കും. സോഡിയം ക്ലോറൈഡ് എടുത്തു, 100 ഡിഗ്രി സെൽഷ്യസ് എത്തി, ഒന്നും സംഭവിക്കില്ല. 500, 600, 801 ഡിഗ്രി സെൽഷ്യസ് എത്തിയപ്പോൾ ലിക്വിഡായി മാറും. മറിച്ച് ഞാൻ അമോർഫസ് എടുക്കുകയാണെങ്കിൽ ടെമ്പറേച്ചർ കിട്ടുന്നതിനനുസരിച്ച് സോഫ്റ്റൻ ആകും. ടെമ്പറേച്ചർ, പല ടെമ്പറേച്ചറുകളിൽ അതിൻ്റെ സോഫ്റ്റൻ നേച്ചർ വ്യത്യാസങ്ങളായിരിക്കും. ഒരു പർട്ടിക്കുലർ ടെമ്പറേച്ചർ എത്തുമ്പോൾ ഒരു ഭാഗം മെൽറ്റ് ചെയ്യും, മറ്റൊരു ഭാഗം മെൽറ്റ് ആകാതെ കിടക്കും. ഇങ്ങനെ വരുന്ന സ്ഥിതിവിശേഷത്തിന് ഷാർപ്പ് എന്ന് പറയാൻ കഴിയുമോ? ഇല്ല. സോ ദേ ഹാവ് നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. അപ്പൊ അതിന്റെ റീസൺ ചോദിക്കാം. ക്രിസ്റ്റലൈൻ എന്തുകൊണ്ട് ഷാർപ്പ് മെൽറ്റിംഗ് കാണിക്കുന്നു? അമോർഫസ് എന്തുകൊണ്ട് ഷാർപ്പ് മെൽറ്റിംഗ് കാണിക്കുന്നില്ല? നോ ഷാർപ്പ് മെൽറ്റിംഗ് പോയിന്റ്. ഉത്തരങ്ങൾ മുകളിലത്തെ തന്നെ. Because of long range order and because of short range order. അടുത്തത് ക്ലീൻ ക്ലീവേജ്. എന്താണ് ക്ലീവേജ്? പിളക്കുക. ക്രിസ്റ്റലൈൻ സോളിഡ് ആണെങ്കിൽ ക്ലിയറായ കട്ടിങ് കാണിക്കും. കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ സർഫസ് ഒക്കെ ക്ലീൻ ആയിരിക്കും. ഇറഗുലാരിറ്റി, അൺഈവൻ സർഫസ് അല്ല, സ്മൂത്ത് സ്ട്രെയിറ്റ് സർഫസ് ആയിരിക്കും ക്രിസ്റ്റലൈൻ സോളിഡിനെ കട്ട് ചെയ്താൽ. ലളിതമായ ഉദാഹരണം പറയാം. ഹൽവ നമ്മൾ കട്ട് ചെയ്യുന്നു, നൈഫ് ഉപയോഗിച്ച് കട്ട് ചെയ്യുന്നു, പിച്ചാത്തി ഉപയോഗിച്ച് ഹൽവ കട്ട് ചെയ്യുന്നു. എന്ത് നല്ല ഷേപ്പ് ആ സൈഡുകൾക്ക്. നമ്മുടെ കയ്യിൽ നൈഫില്ല, നമ്മുടെ നൈഫ് അങ്ങ് നമ്മുടെ ഫിംഗേഴ്സ് ആക്കിയെങ്കിൽ നമ്മൾ ഹൽവ എങ്ങനെ പിടിച്ചാൽ അതിൻ്റെ സർഫസ് എങ്ങനെ ആയിരിക്കുക? അൺഈവൻ. അതുപോലെയാണ് ക്രിസ്റ്റലൈൻ സോളിഡിന്റെ ആണെങ്കിൽ ക്ലീൻ ക്ലീവേജ് തരും. ഇവിടെയാണെങ്കിലോ ഡു നോട്ട് പൊസസ് ക്ലീൻ ക്ലീവേജ്. സാർ അതിനെന്താ കാര്യം? ഒന്ന് ലോങ് റേഞ്ച് ഓർഡർ. കോൺസ്റ്റിറ്റ്യൂന്റുകളെ ബൈൻഡ് ചെയ്തിരിക്കുന്ന ഫോഴ്സുകൾ എല്ലായിടത്തും ഐഡന്റിക്കൽ ആയിരിക്കും. ഇവിടെ ഷോർട്ട് റേഞ്ച് ഓർഡർ, ഫോഴ്സസ് ആർ ഡിഫറെന്റ്. ഫോഴ്സസ് ക്യാൻ ബി ഐഡന്റിക്കൽ, ഫോഴ്സസ് ക്യാൻ ബി സെയിം due to the regular arrangement of constituents, that is long range order. That's why crystalline solids have clean cleavage. But in case of amorphous, short range order മുഖേന പല സ്ഥലങ്ങളിലുള്ള ബൈൻഡിങ് ഫോഴ്സുകൾ പലതായതിനാൽ ക്ലീൻ ക്ലീവേജിൽ വ്യത്യാസം കാണിക്കും. ചില ഭാഗം പെട്ടെന്ന് ഇളകി വരും, മറ്റ് ചിലത് പെട്ടെന്ന് ഇളകില്ല. പെട്ടെന്ന് ഇളകുന്ന ഭാഗത്തിന്റെ സർഫസും ഇളകാൻ സമയമെടുക്കുന്നതിന്റെ സർഫസും തമ്മിൽ അൺഈവൻ ആയിരിക്കും, അത് സ്മൂത്ത് ആയിരിക്കില്ല എന്നുള്ള കാര്യം കുഞ്ഞുങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു. Yes or no? So this is the fourth one. So what are the differences between crystalline and amorphous solids എന്ന് ചോദിച്ചാൽ, number 1 long range order and the next one, short range order next one, anisotropy and the next one, isotropy. Third one, what is that? Sharp melting point. At the non-sharp melting point, clean cleavage, not possess clean cleavage. ഇന്ന് നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ടത് quartz glass. What is quartz? കേട്ടിട്ടുണ്ടോ? വാച്ചിന്റെ ഡയൽ കണ്ടിട്ടില്ലേ? Yes or no? വാച്ചിന്റെ ഡയൽ നിർമ്മിച്ചിരിക്കുന്നത് ക്വാർട്സ് കൊണ്ടാണ്. Quartz chemically silicon dioxide. അപ്പോൾ ഈ ക്വാർട്സിന്റെ ഇൻട്രിൻസിക് സ്ട്രക്ചർ, ഇന്റേണൽ സ്ട്രക്ചർ, ആന്തരിക ഘടന നമുക്കൊന്ന്
കണ്ടു നോക്കാം. അവയുടെ കോൺസ്റ്റിറ്റ്യൂന്റുകളായ സിലിക്കണും ഓക്സിജനും ഹെക്സഗണൽ റിംഗ് രൂപത്തിൽ ക്രമീകരിക്കപ്പെട്ടിരിക്കുന്നു. ഇതിപ്പോ ഹെക്സഗണൽ ആയി കഴിഞ്ഞു അല്ലേ? ഹൗ മെനി സൈഡ്സ്? ഇതും കൂടി ചേർത്തു 1 2 3 4 5 6. ഇത്തരത്തിലുള്ള ഹെക്സഗണൽ പാറ്റേൺ കോൺസ്റ്റിറ്റ്യൂന്റുകളിൽ നമുക്ക് കാണുവാൻ കഴിയും. ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകും. വരയ്ക്കണമെന്നില്ല, നിങ്ങൾക്ക് ആ ധാരണ കിട്ടിയാൽ മതി. ഇതൊരു ഹെക്സഗണൽ നെറ്റ് പോലെ സ്പ്രെഡ് ചെയ്തെന്ന് കൂട്ടുള്ളൂ. ഇത് റെഗുലർ മാനർ അല്ലേ? ലോങ് റേഞ്ച് ഓർഡർ അല്ലേ? ഇതൊരു ക്രിസ്റ്റൽ അല്ലേ? യെസ്. പക്ഷെ ഞാൻ ഇതിനെ ഒന്ന് ചൂടാക്കി, അപ്പോൾ ഇത് അമോർഫസ് ആയി മാറുന്നു. ക്വാർട്സ് ഗ്ലാസ് എന്ന് പറയും. എന്തെന്ന് പറയും? ക്വാർട്സ് ഗ്ലാസ്. So we can write quartz glass. അവിടെ ഹെക്സഗണൽ റിംഗ് ആദ്യത്തെ കുറെ സ്ഥലങ്ങളിൽ നമുക്ക് നിരീക്ഷിക്കാമെങ്കിലും പിന്നെ അതിന്റെ ഹെക്സഗണൽ ഷേപ്പിന് ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ല. That means short range order. So quartz is crystalline and quartz glass is amorphous. What is quartz chemically എന്ന് ചോദിച്ചാൽ സിലിക്കൺ ഡയോക്സൈഡ് SiO2. Next one, pseudo glass, super cooled liquids. ഗ്ലാസിന്റെ പ്രത്യേകത സോളിഡ് ആണത് അല്ലേ? ആർക്കും ഒരു സംശയമില്ല, ഗ്ലാസ് ഈസ് സോളിഡ്. ശരിയാ. ഡെഫിനറ്റ് സൈസ്, ഷേപ്പ്, മാസ് ഉണ്ട്, വോളിയം ഉണ്ട്. അപ്പോൾ ഇതെല്ലാം വെച്ച് നമ്മൾ നോക്കുമ്പോൾ സോളിഡ് ആണ്. പക്ഷേ ഇതിനെ സ്യൂഡോ സോളിഡ് എന്നാ വിളിക്കാറുള്ളത്. അതെന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഈ ഗ്ലാസിനുള്ളിൽ കോൺസ്റ്റിറ്റ്യൂന്റുകൾ വളരെ സാവകാശം മൂവ് ചെയ്യുന്നുണ്ട്. ലിക്വിഡുകളിലും ഗ്യാസുകളിലും ഈ മോളിക്യൂളുകൾ യാത്ര ചെയ്യുന്നത് പോലെ ഗ്ലാസിനുള്ളിലെ കോൺസ്റ്റിറ്റ്യൂവൻസ് വളരെ സാവകാശം മൂവ് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇമാജിൻ ചെയ്യാൻ സാധിക്കുന്നില്ല. കാരണം നിങ്ങൾ പറയും അതെങ്ങനെ സാർ ഗ്ലാസിനുള്ളിൽ മൂവ് ചെയ്യുന്നത്? നമ്മൾ ഗ്ലാസ് മേടിച്ചു, എത്ര നാൾ കഴിഞ്ഞാലും ആ ഗ്ലാസ് അതുപോലെ ഇരിക്കുകയാണ്. അതിൽ നിന്ന് കോൺസ്റ്റിറ്റ്യൂന്റ് എങ്ങോട്ട് ഒഴുകി പോകുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഇമാജിൻ ചെയ്യും? അതിൻ്റെ എക്സാമ്പിൾ പറയാം. പഴയ കെട്ടിടങ്ങളുടെ വിൻഡോ പെയിൻസ്, അതിൻ്റെ ചുവട് ഭാഗം തിക്കറായിരിക്കും കുറേ വർഷം കഴിയുമ്പോൾ. അതിന് ഓൾഡ് ബിൽഡിങ്സ് എന്നൊക്കെ പറഞ്ഞാൽ മതി. ആ വിൻഡോ പെയിൻസിന്റെ ചുവട് ഭാഗം തിക്കർ. അപ്പോൾ ആ ചുവട് ഭാഗം തിക്കറായി മാറുന്നതിന് കാരണം ഈ ഗ്ലാസിനുള്ളിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് സാവകാശം താഴേക്ക് എത്തുന്നതുകൊണ്ടാണ്. ഇറ്റ് റിക്വയർസ് ഇയേഴ്സ്. അതിന് ഒരുപാട് ഇയേഴ്സ്, ടൈം എന്ന് പറയുന്നത് ഇയേഴ്സ് വേണ്ടി വരും, വർഷങ്ങൾ വേണ്ടി വരും. ഇത്തരം കെട്ടിടങ്ങളിലെ വിൻഡോ പാൻസിന്റെ ഗ്ലാസ്, ആ ഗ്ലാസ് സ്വയം പൊട്ടും. അങ്ങനെ നമ്മൾ പ്രേതകഥയൊക്കെ തയ്യാറാകും. പ്രേതമൊന്നുമല്ല, ഇതാണ് അതിൻ്റെ കാരണം. അപ്പൊ ഗ്ലാസ് വിൻഡോസ് എന്തുകൊണ്ട് പൊട്ടുന്നു? സ്വയം പൊട്ടുന്നു, പ്രേതബാധയല്ല. ഗ്ലാസിനുള്ളിലെ കോൺസ്റ്റിറ്റ്യൂന്റുകൾ വളരെ സാവകാശം ഗ്ലാസിന്റെ ബോട്ടം റീജിയനിലേക്ക് വരുന്നു, ഒഴുകിയെത്തുന്നു. അങ്ങനെ ഒഴുകിയെത്തുമ്പോൾ അവിടെ തിക്കറാകും. തിക്കറാകുന്ന ഭാഗത്ത് സ്ട്രെസ് കൂടും, അതായത് അതിനുള്ളിലെ ശക്തി വർദ്ധിക്കും. അപ്പോൾ ആ ശക്തി ഒരു പരിധി വിട്ട് കഴിയുമ്പോൾ ഗ്ലാസിന് താങ്ങാൻ പറ്റാതാകുമ്പോൾ എന്ത് ചെയ്യും? ബ്രേക്ക്. ഇതുകൊണ്ട് നമുക്ക് ഗ്ലാസിനെ കള്ള സോളിഡ് അഥവാ കപട സോളിഡ് എന്ന് ഞാൻ വിളിക്കുന്നു. സ്യൂഡോ എന്ന് പറഞ്ഞാൽ കപടം. സ്യൂഡോ പോഡിയ കേട്ടിട്ടുണ്ടല്ലേ? ഞാനിവിടെ സ്യൂഡോ സോളിഡ്, അമീബയെ സ്യൂഡോപോഡിയ എന്നല്ലേ, കപടപാദമുള്ള ജീവി അല്ലേ? അതുപോലെ ഇവിടെ സ്യൂഡോ സോളിഡ് ഗ്ലാസ്. ഇതിന് മറ്റൊരു സ്റ്റേറ്റ് കൂടി ഞാൻ പറയാണ്, സൂപ്പർ കൂൾഡ് ലിക്വിഡ്. എന്ത് കൂൾഡ് ലിക്വിഡാണ്? സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അതൊരു ഉൾക്കൊള്ളാനുള്ള ബുദ്ധിമുട്ട് പോലെ. സൂപ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം തണുപ്പിച്ച ദ്രാവകം, ഫ്ലൂയിഡാണ് ഗ്ലാസ്, ദ്രാവകം പോലാണ്, കോൺസ്റ്റന്റിൽ ചലിക്കുവാൻ കഴിയുന്നു. അത് നമ്മൾ ഗ്ലാസ് ഇൻഡസ്ട്രീസിൽ ചെന്ന് ഹൈ ടെമ്പറേച്ചറിൽ ചൂടാക്കിയ ഗ്ലാസ് മിശ്രിതത്തെ
സാൻഡാണ് ഗ്ലാസ് ഉണ്ടാക്കാൻ എടുക്കുന്നത്, മണ്ണിനെ ഉരുക്കിയാണ് ഗ്ലാസ് ഉണ്ടാകുന്നത്. അതിനകത്ത് ക്രിസ്റ്റലൈസേഷൻ നടക്കുന്നതുകൊണ്ട് മിൽക്കി അപ്പിയറൻസ് ഉണ്ടാകും. ഗ്ലാസ് നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ ചെന്നാൽ അവരോട് ചോദിച്ചാൽ അറിയാം. ആ മിൽക്കി അപ്പിയറൻസിന് കാരണം കോൺസ്റ്റന്റുകൾ ക്രിസ്റ്റലൈസേഷൻ വിധേയമാകുന്നു, ക്രിസ്റ്റലുകളായി മാറുന്നു. അതിനുള്ളിൽ ഈ തരികളെല്ലാം കൂടെ റെഗുലർ പാറ്റേണിൽ ക്രമീകരിക്കപ്പെടുന്നത് കൊണ്ടാണ് നമുക്ക് ആ മിൽക്കി അപ്പിയറൻസ് കാണുവാൻ കഴിയുന്നത്. അത് ക്രിസ്റ്റലൈസേഷൻ കൊണ്ടാണ്. അപ്പം അത് സോളിഡ് എല്ലാ ഭാഗവും സോളിഡ് അല്ല. അപ്പൊ ഇത്തരം സോളിഡുകൾക്ക് നമുക്ക് കപടം എന്നല്ലാതെ മറ്റൊന്നും പറയാൻ ഒക്കില്ല. സ്യൂഡോ സോളിഡ്. ഗ്ലാസ് ഈസ് എ സ്യൂഡോ സോളിഡ് ആൻഡ് ഇറ്റ് സ്റ്റേറ്റ് ഈസ് സൂപ്പർ കൂൾഡ് ലിക്വിഡ്. അപ്പൊ സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ ഇതുവരെ പഠിച്ച ചില ചോദ്യങ്ങൾ നമുക്ക് പറയാം. അതിന്റെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറഞ്ഞു തരാം സാറ്. ഇവിടെ പഠിപ്പിച്ച കൂട്ടത്തിൽ നമ്മൾ ഒരു കാര്യം ഏറ്റവും പ്രധാനമായിട്ട് നോക്കണം. നമ്മൾ എൻട്രൻസും കൂടെ മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പഠിക്കേണ്ടത്. നമ്മുടെ റെഗുലർ പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ പഠിക്കുന്നു. അതിനോടൊപ്പം നമ്മൾ എന്ത് ചെയ്യണം? ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് കൂടി നമ്മൾ ചെയ്തു പോകുവാനായിട്ട് ശ്രമിക്കണം. നിങ്ങൾ തന്നെ ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന ചോദ്യകർത്താക്കളായ ദാറ്റ് ഈസ് ദ ബെസ്റ്റ് മെത്തഡ്. അത് മനസ്സിൽ നിന്ന് പോകത്തുമില്ല. നിങ്ങളിൽ കഴിവ് വർദ്ധിക്കും, ചിന്താശേഷി വർദ്ധിക്കും. അങ്ങനെയുള്ള കുട്ടിക്ക് ഭാവിയിൽ നടക്കുന്ന പരീക്ഷകൾക്ക് നിങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ ഏത് ടഫ് ക്വസ്റ്റ്യൻ വന്നാലും നിങ്ങളുടെ ഈ ശേഷി, എഫിഷ്യൻസി അവിടെ നിങ്ങളെ സഹായിക്കും യഥാർത്ഥ കറക്റ്റ് ഓപ്ഷൻ കണ്ടെത്താൻ. അപ്പോൾ നമ്മളിവിടെ അമോർഫസ് സിലിക്കൺ എന്നൊരെണ്ണമുണ്ട്. ഫോട്ടോ വോൾട്ടേക് സെൽ, പ്രകാശത്തെ വലിച്ചെടുത്ത് കറണ്ടാക്കി മാറ്റുന്ന, അതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് അമോർഫസ് സിലിക്കണാണ്. അപ്പോൾ ടിൽ നൗ നമ്മൾ എന്തൊക്കെ പഠിച്ചു? എപ്പോഴും നമ്മൾ എന്ത് പഠിച്ചു കഴിഞ്ഞാലും അരമണിക്കൂർ ആയിക്കോട്ടെ, 1 മണിക്കൂർ ആയിക്കോട്ടെ, 10 മിനിറ്റ് ആയിക്കോട്ടെ, നിങ്ങൾ എന്ത് തുടങ്ങി എവിടെ അവസാനിച്ചു ഒരു തിരിച്ചൊരു പോക്ക് നടത്തിയിട്ട് എവിടെ നിന്ന് എഴുതേക്കാവും. അതുപോലെ നമുക്കൊന്ന് തിരിഞ്ഞു നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ ഈ ക്ലാസ് ഇവിടെ ഇന്ന് അവസാനിപ്പിക്കാം. വൈ ഡു വി നീഡ് ടു സ്റ്റഡി സോളിഡ് സ്റ്റേറ്റ്? മനസ്സിൽ ഉത്തരം കണ്ടു കഴിഞ്ഞു. സെക്കൻഡ് വൺ, ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ ക്രിസ്റ്റലൈൻ ആൻഡ് അമോർഫസ് സോളിഡ്സ്. വാട്ട് ഈസ് ക്വാർട്സ് കെമിക്കലി? Why do solids have rigidity? Write the correct statements to the following or give reasons to the following given statements. A. Solids have definite mass volume. B. Solids are incompressible. And next one, what do you mean by supercooled liquid? Why glass is regarded as pseudo-solid? And also another one, name a substance used as photovoltaic cell or name an amorphous substance. What is that? ഒറ്റ പ്രാവശ്യം ഞാൻ ക്ലാസ്സിൽ പറഞ്ഞു, amorphous silicon. And also another one, give the proper meanings to the following terms. യഥാർത്ഥ അർത്ഥം കുറിക്കുക. A. Long range order. B. ഷോർട്ട് റേഞ്ച് ഓർഡർ. അപ്പോൾ നമ്മുടെ ക്ലാസ് ഇന്നിവിടെ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഞാൻ പറഞ്ഞു, ടെക്സ്റ്റ് ഗോ ത്രൂ പോകണം, അതുപോലെ ഒരു സെൽഫ് നോട്ട് തയ്യാറാക്കണം, അതുപോലെ സെൽഫ് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ സെൽഫായിട്ട് ചെയ്യണം. നമ്മൾ നിൽക്കുന്ന കാലഘട്ടം തന്നെ നമ്മളെ പലതും പഠിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളാണ് ഈ വരുന്ന തലമുറ, അടുത്ത തലമുറയുടെ സംരക്ഷകരായി തീരണം. അതിനുള്ള പ്രാപ്തി നാം പഠിക്കുന്ന വിഷയത്തിലൂടെ ആർജിക്കണം. എൻ്റെ ചാനൽ നിങ്ങൾക്ക് താല്പര്യമായെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ കുറിക്കാവുന്നതാണ്. ഓക്കെ, ദാറ്റ്സ് ഓൾ.